കോമ്പിനേഷൻ കൊള്ളാം കേട്ടോ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും നീതൂസ് ലൈഫ് ഡയറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ചെറുപയർ ചപ്പാത്തി. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഡിന്നറിന് ചപ്പാത്തി ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറുപയർ എടുക്കുക. അത് നമ്മൾ തലേ ദിവസം കുതിർക്കാൻ വയ്ക്കുക. ഞാൻ ഏകദേശം ഒരു ഗ്ലാസോളം എടുത്തിട്ടുണ്ടായിരുന്നു ചെറുപയർ. നന്നായി കുതിർന്നതിന് ശേഷം നമ്മളത് പ്രഷർ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 വിസിൽ വരെ നമുക്കത് വേവിച്ചെടുക്കാം. ഈ ചെറുപയർ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2-3 വിസിൽ വരെ നന്നായിട്ട് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. അതും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ സ്വല്പം എണ്ണയും കൂടി ഇട്ടിട്ട് ചൂടുവെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഒരു 10-15 മിനിറ്റ് വരെ അത് നന്നായിട്ട് അടച്ചു വയ്ക്കുകയും ചെയ്യണം. ഇനി നമുക്ക് ചപ്പാത്തിക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് മൂന്നും കൂടെ ഞാൻ ചോപ്പറിൽ ഇട്ടിട്ട് ചോപ്പ് ചെയ്താണ് എടുത്തത്. ഇനി ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ചെറുപയറും പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത ഈ സവാളയും ഇഞ്ചിയും പച്ചമുളകും, അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അത് നന്നായിട്ടൊന്ന് ഉടച്ച് ഒരു കുഴഞ്ഞിരിക്കണം. 10-15 മിനിറ്റിന് ശേഷം നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇനി നമുക്കത് ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ വളരെ തിന്നും ആവണ്ട, എന്നാൽ അത്ര കട്ടിയിലും ഉണ്ടാക്കണ്ട. കാരണം കട്ടി കൂടിക്കഴിഞ്ഞാൽ അത് വേവാനായിട്ട് പാടായിരിക്കും, കടിക്കാനും പാടായിരിക്കും. തിന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊട്ടിയും പോകും, അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം ഒരു ചപ്പാത്തി പരത്തി അതൊരു വേറൊരു പാത്രത്തിലിട്ടു. അതിനുശേഷം രണ്ടാമത്തെ ഒരു ചപ്പാത്തിയും കൂടി പരത്താണ്. ഇനി ആ പരത്തിയ ചപ്പാത്തിയുടെ മേലിൽ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഫില്ലിംഗ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം പരത്തിയ ചപ്പാത്തി അതിൻ്റെ മേലിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അറ്റവും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു ചപ്പാത്തിയുടെ പലക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അത് ഭയങ്കര ശക്തിയോട് കൂടിയിട്ട് പരത്തരുത്, പരത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. ഇനി നമുക്ക് തവ ചൂടാക്കിയിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഇതിൽ തന്നെ 2 ചപ്പാത്തി ഉണ്ട്. അപ്പോൾ അത് വേവാനായിട്ട് ഇത്തിരി സമയം എടുക്കും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം അതൊന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.
ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു അടിപൊളി ചായയും കൂടെ വെച്ചിട്ട് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചെറുപയർ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട. അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് കട്ടത്തൈരും അതുപോലെ തന്നെ വേണമെങ്കിൽ സോസും എടുക്കാം. സോസ് ഓപ്ഷണലാണ്, അതത്ര ഹെൽത്തി ഒന്നുമല്ല. അങ്ങനെ വേണമെന്നുള്ളവർക്ക് മാത്രം മതിയാവും. ഇനി നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കട്ടത്തൈരിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിള്ളേർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിന് സെപ്പറേറ്റ് കറിയുടെ ആവശ്യമൊന്നുമില്ല. എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. എല്ലാ പ്രാവശ്യവും ചപ്പാത്തിയും കറിയും വെവ്വേറെ ഉണ്ടാക്കി മടുത്തവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തേക്കൂ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുക. കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടി നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും സൈനിങ് ഓഫ് വിത്ത് ലവ് ഫ്രം നീതു.